വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഹിയർ ഈസ് മൈ എക്സ്ക്ലൂസീവ് ഇൻ്റലിജൻസ് ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് തിരികെ എത്തിയ ക്യൂബിനെ കാത്ത് അവൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ച 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആരും അറിയാതെ അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെ അവർ വിവരം അറിഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിയിരിക്കുകയാണ്. ഏതോ പണക്കാരൻ്റെ മകനാണവൻ. പക്ഷെ അച്ഛൻ്റെ ജീവിതത്തിൽ അവന് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഭാവിയിൽ സിഹാനുമായി ഒരു മത്സരം വരികയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ അച്ഛൻ്റെ സ്വത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണെന്ന് തോന്നിയാൽ അവൻ കൂടെ ചെല്ലാൻ തയ്യാറാകുന്നു. വീട്ടിലെത്തിയ ശേഷം സിഹാന്റെ കയ്യിലെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നു. അവൾക്കതൊക്കെ ചെയ്യാൻ നന്നായി അറിയാമല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ, വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാലം ഞാൻ ഹോസ്പിറ്റലിലാണ് ജീവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നന്നായി അറിയാമെന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ അവന് സഹതാപം തോന്നി അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ അമ്മയുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വാക്ക് കൊടുക്കുന്നു. അവിടെ ഒരു റൊമാൻറ്റിക് മൂഡ് വന്നതാണ്. അപ്പോഴാണ് സ്വർഗത്തിലെ കട്ടറും പോലെ ചുയെ അവിടെ എത്തിയത്. മുത്തശ്ശന് നൽകാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായി ആണ് അവൻ വന്നത്. അതവരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ അവൻ സ്ഥലം വിടുന്നു. മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ദിവസമായിരിക്കുന്നു. ആൻറ്റി സമ്മാനമായി നൽകിയ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അതികളോട് വിശദീകരിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല സിഹാന് പെയിൻറ്റിങ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവനെ അപമാനിക്കാൻ വേണ്ടി എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും മുന്നിൽ വെച്ച് ചോദിക്കുന്നു. സിയാനാണ് ഗിഫ്റ്റ് മുത്തശ്ശന് നൽകിയത്. മുത്തശ്ശൻ്റെ ആ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് തയ്യാറാക്കിയ ഒരു സീലായിരുന്നു അത്. ഗിഫ്റ്റ് കണ്ടപ്പോൾ മുത്തശ്ശന് ശരിക്കും സന്തോഷമാകുന്നു. ആ ആർട്ടിസ്റ്റ് സീലുകൾ ചെയ്യാറുണ്ടെങ്കിലും അത് വിൽക്കാറില്ല. സത്യത്തിൽ അയാളുടെ സീലുകളുടെ ഇഷ്ടം കൊണ്ടാണ് അത് മുദ്ര കുത്തിയിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ മുത്തശ്ശൻ വാങ്ങി വയ്ക്കുന്നത്. ഇപ്പോൾ സീൽ തന്നെ നേരിട്ട് കിട്ടിയത് അദ്ദേഹത്തെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു. ഞാൻ നേരിട്ട് ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം നിനക്കെങ്ങനെ സാധിച്ചെന്ന് ചോദിച്ച് അദ്ദേഹം സിയാനെ അഭിനന്ദിക്കുന്നു. അവൾക്ക് അദ്ദേഹവുമായുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പ് കൊണ്ട് മാത്രമാണ് അത് സമ്മാനമായി നൽകാൻ കഴിഞ്ഞത്. ഏതായാലും പരിഹസിക്കാൻ റെഡിയായി നിന്ന് ആൻറ്റി ശരിക്കും ഐസാകുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടിക്ക് സ്പെഷ്യൽ ഗസ്റ്റായി ക്യൂബും എത്തുന്നു. അപ്പോഴാണ് അവൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി സിയാൻ അറിയുന്നത്. നേരത്തെ പരിചയമുള്ളതുകൊണ്ട് തങ്ങളുടെ കള്ളത്തരം അവൻ ആരോടെങ്കിലും പറയുമോ എന്നോർത്ത് അവൾ പേടിക്കുന്നു. പക്ഷെ അവളെ മുൻപരിചയമൊന്നും ഉള്ളതായി അവൻ കാണിക്കുന്നില്ല. സിഹാൻ്റെ ഫിയാൻസി എന്നുള്ള രീതിയിലാണ് അവളെ പരിചയപ്പെട്ടത്. കൂടെ ഡാൻസ് കളിക്കാനായി അവളെ ക്ഷണിക്കുന്നുമുണ്ട്. ഗസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ട് ഡാൻസ് ചെയ്യാൻ മുത്തശ്ശൻ കൂടി നിർബന്ധിച്ചപ്പോൾ അവൾ തയ്യാറാകുന്നു. അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരുന്ന സിയാന് സ്വന്തം കാലിൻ്റെ അവസ്ഥ ഓർത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ അവൻ്റെ അടുത്ത് ഒരു ഗ്ലാസ്സും മദ്യവുമായി എത്തിയത്. അപ്പോഴത്തെ മോഡിന് അവനത് കുടിക്കാൻ എടുക്കുന്നു. മുത്തശ്ശൻ അവനോടൊന്ന് സ്വകാര്യമായി സംസാരിക്കാനുണ്ട്. അതിനകത്ത് മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നും അയാൾ അറിയിക്കുന്നു. ഡാൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ ക്യൂബ് സിയാനോട് സംസാരിക്കുന്നുണ്ട്. അവൻ ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്നവൾ പറയുന്നു. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ ഇങ്ങനൊരു വേഷക്കെട്ടിൽ തയ്യാറാകില്ല എന്നറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അവിടെയുള്ളവരോടോ അവളുടെ അമ്മയോടോ പറയില്ല എന്നവൻ ഉറപ്പ് നൽകുന്നു. അതിനുശേഷമാണ് സിഹാൻ അവിടെ ഇല്ല എന്നവൾ ശ്രദ്ധിക്കുന്നത്. അവൾ അവനോട് പറഞ്ഞിട്ട് വേഗം സിഹാനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ക്യൂബ് പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും വേറെ 2-3 പെൺകുട്ടികൾ അവനെ വളയുന്നതിനെല്ലാം നടക്കുന്നില്ല. സിഹാനെ സൂത്രത്തിൽ അകത്ത മുറിയിൽ എത്തിച്ചത് ക്വിന്നായിരുന്നു. അവൻ കുടിച്ച മദ്യത്തിൽ അവൾ മയക്കുമരുന്ന് ചേർത്തിരുന്നു. അത് കാരണം അവൾ അടുത്തേക്ക് വന്നപ്പോഴും അവൻ്റെ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയിരുന്നു. അവനോട് അടുത്തിടപ്പോഴേക്കും മുത്തശ്ശനെ തിരിതിരിപ്പിക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശം. ആൻറ്റിയും അവളും കൂടി പ്ലാൻ ചെയ്തതാണ്. അപ്പോഴേക്കും സിയാൻ മുറിയുടെ മുന്നിലെത്തിയിരുന്നു. പക്ഷേ വാതിൽ പൂട്ടിയിരുന്നതിനാൽ അവൾക്ക് അകത്ത് കിടക്കാൻ കഴിയുന്നില്ല. ആൻറ്റി മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന കണ്ടപ്പോൾ അവൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മുറിക്ക് മറ്റൊരു വാതിലുണ്ടെന്ന് അറിയാവുന്നതിനാൽ അവൾ അതുവഴി അകത്ത് കയറുന്നു. വലിയ പ്രതീക്ഷയുടെ ആൻറ്റി വാതിൽ തുറന്നപ്പോൾ കണ്ടത് സിയാൻ്റെ മടിയിലിരിക്കുന്ന സിയാനെയാണ്. അവർ ഒന്ന് ഞെട്ടിയെങ്കിലും പാർട്ടി നടക്കുമ്പോൾ നിങ്ങൾ 2 പേരും കൂടി ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് അവരെ വഴക്ക് പറയുന്നു. സിയാൻ കുറച്ച് ഓവറായി മദ്യപിച്ചതുകൊണ്ട് അവനെ ഡീൽ ചെയ്യുകയായിരുന്നെന്ന് സിയാൻ മുത്തശ്ശനോട് പറയുന്നു. എനിക്കൊരു പേരക്കുട്ടിയെ നൽകിയാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞ് ചിരിയോടെ മുത്തശ്ശൻ മറ്റുള്ളവരെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു. സിയാൻ പുറകിലെ വാതിൽ കൂടി അകത്ത് കയറി ഉടൻ തന്നെ ക്യൂനിൻ്റെ മൂക്കിനിട്ട് നല്ലൊരു ഇടി കൊടുത്ത് അവളെ ബോധം കെടുത്തി ഒരു മൂലക്കിട്ടിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ മുറുക്കി പിടിച്ചിരിക്കുന്നതിനാൽ അതിന് കഴിയുന്നില്ല. അവസാനം ഷോൾ എടുത്ത് അവനെ പുതപ്പിച്ചിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്ന അവളും ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോൾ അവൻ്റെ മുറിയിൽ അവൻ്റെ ബെഡിൽ കിടക്കുകയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കൊണ്ട് അടുത്ത് തന്നെ കിടപ്പുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾ ചാടി എഴുന്നേൽക്കുന്നു. ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുന്നത് കണ്ട് നീയാണ് ഡ്രസ്സ് മാറ്റിയത് എല്ലാം കണ്ടോ എന്ന് ചോദിച്ച് അവൾ ബഹളം വയ്ക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് കാണാൻ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഞാൻ മുമ്പൊരിക്കൽ കണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നു. മാത്രമല്ല ഞാൻ അറിയാതെ സിയാനെ ഇഷ്ടപ്പെട്ടു പോവുകയാണെന്ന് തോന്നുന്നു എന്ന് അവൾ ഉറക്കത്തിൽ പറഞ്ഞിരുന്നുവെന്നും അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടിച്ചിട്ട് പറയുന്നു. അതുകൂടി കേട്ടപ്പോൾ ആകെ ചമ്മലോടെ അവൾ വേഗം അവിടെ നിന്നിറങ്ങി ഓടുന്നുണ്ട്. ബാത്റൂമിൽ ചെന്നതെന്ന് ഞാൻ ശരിക്കും അങ്ങനെ പറഞ്ഞു കാണുമോ? അത് നിന്റെ ബോസാണ്, നീ അവനെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ അവൾ സ്വയം പറയുന്നുണ്ട്. സിയാന്റെ ഇടികൊണ്ട കിന്നിന് അടുത്ത ദിവസം രാവിലെയാണ് ബോധം വീണത്. മുറി വൃത്തിയാക്കൊണ്ടുന്ന ജോലിക്കാരി അവൾ സോഫയുടെ പുറകിൽ നിന്ന് പ്രയത്നത്തെ പോലെ എഴുന്നേറ്റ് വരുന്നത് കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവൾ സിയാന്റെ ആൻറ്റിയെ കണ്ട് സംസാരിച്ചെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി സഹായിക്കാൻ പറ്റില്ല എന്ന് ആൻറ്റി പറയുന്നു. 2 പേരും കൂടി സംസാരിച്ച് വഴക്കാക്കുന്നുണ്ട്. അവസാനം ആൻറ്റി അവളെ പിടിച്ച് പുറത്താക്കുന്നു. സിഹാൻ എന്ന് പതിവിന് വിപരീതമായി സിയാൻ ഇഷ്ടമുള്ള നൂഡിൽസും കേക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് സിയാനാകെ അത്ഭുതപ്പെടുന്നുണ്ട്. മുമ്പ് അവൻ പറഞ്ഞ കണ്ടീഷനെ കുറിച്ച് അവൾ കളിയാക്കി ഓർമ്മിപ്പിച്ചപ്പോൾ ഇനി മുതൽ കണ്ടീഷൻസ് ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതാണ് റൂൾ എന്നവൻ പറയുന്നു. അവൾ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹാൻ എന്ന് വിളിക്കാൻ അവൻ ആവശ്യപ്പെടുന്നത്. പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അവൾക്ക് വിളിക്കേണ്ടി വരുന്നു.
അവൻ്റെ കാലിന് എങ്ങനെയാണ് അപകടം പറ്റിയതെന്ന് അവൾ ചോദിക്കുന്നു. 7 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനൊപ്പം ഒരു യാത്ര പോകുന്നിടയിൽ കാർ ആക്സിഡൻ്റായാണ് ഇങ്ങനെ സംഭവിച്ചത്. അപകടത്തിൽ അച്ഛൻ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് ഞാൻ അവിടെ പോകണമെന്ന് നിർബന്ധം പിടിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ചിയ അവിടേക്ക് വന്നിട്ട് US-ൽ നിന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അന്നത്തെ ആക്സിഡൻറ്റിനെ പറ്റി അന്വേഷിക്കാൻ അവൻ അവിടെ ആളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വെറും ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല, കൊലപാതക ശ്രമമായിരുന്നു എന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള കോളായിരുന്നു വന്നത്. അവൻ്റെ ആൻറ്റി തന്നെയാണ് അതിൻ്റെ പിന്നിൽ. ഇത്രയും കാലം ആൻറ്റിക്ക് സംശയം ഉണ്ടാക്കാതിരിക്കാൻ ആയി കാലിന് സുഖമില്ല എന്ന രീതിയിൽ അവൻ അഭിനയിക്കുകയായിരുന്നു. തെളിവ് കിട്ടിയെന്നറിഞ്ഞതോടെ അഭിനയം മതിയാക്കി അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. തെളിവ് നേരിട്ട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞതിനാൽ അവൻ US-ലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. സിയാൻ തൽക്കാലം ഇതിനെക്കുറിച്ച് അറിയണ്ട. അവൾ കൂടുതൽ അറിഞ്ഞാൽ അത് അവളെ കൂടുതൽ അപകടത്തിലാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ വിവരം രഹസ്യമായി ഇരുന്നാൽ മതി എന്ന് അവൻ ചിയയോട് പറയുന്നു. അതിനുശേഷം സോഫയിൽ കിടന്ന് ഉറക്കം പിടിച്ചിരുന്ന സിയാനെ അവൻ താങ്ങിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു ബോധമില്ലാതെയാണല്ലോ നീ ഉറങ്ങുന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് നിന്റെ ഈ കോമിക്കിൽ എഴുതിയിരിക്കുന്ന പോലെയുള്ള നിന്റെ സ്വപ്നങ്ങൾ ഓരോന്നും ഞാൻ സാധിച്ചിരുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റ് പോയത്. അടുത്ത ദിവസം രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിയ അടുത്തേക്ക് എന്ന് സിഹാൻ അർജന്റായി US-ന് പോയി വിവരം പറയുന്നത്. അവൻ മടങ്ങി വരുന്നവരെ അവന് പകരം പ്രസിഡന്റ് സ്ഥാനം അവൾ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത്യാവശ്യമായി കമ്പനിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് ചിയ അവൾ അറിയിക്കുന്നു. എനിക്ക് കമ്പനിയെക്കുറിച്ചൊന്നും അറിയില്ല, അവനെന്താ തമാശ കാണിക്കുകയാണോ എന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് അവൻ പറയുന്നു. സിഹാൻ പോയ വിവരം പറഞ്ഞ് അവൻ്റെ ക്യാപ്പിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ഏതോ പ്രൊജക്റ്റ് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആൻറ്റി. ആ സമയത്താണ് സിയാൻ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അതുകൊണ്ട് ആൻറ്റി വെറുതെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് സിയാൻ അവിടെ എത്തിയത്. ഒരു ഔട്ട്സൈഡറായി നിന്നെ ഇങ്ങനെ കമ്പനിയുടെ ചുമതല ഏൽപ്പിക്കും എന്ന് ആൻറ്റി ചോദിച്ചപ്പോൾ മുത്തശ്ശൻ ഇപ്പോൾ തന്നെ എന്നെ ഒരു കുടുംബാംഗമായി കണ്ടു കഴിഞ്ഞു, ഇനി ഔട്ട്സൈഡറാണെന്ന് പറയുന്നത് മുത്തശ്ശനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് സിയാൻ പറയുന്നു. കമ്പനി മാനേജ്മെൻറ്റ് കുട്ടികളില്ലെന്ന് പറഞ്ഞ ആൻറ്റി പിന്നെയും പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും സിയാൻ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബോർഡങ്ങളിൽ എത്ര പേർ ഞാൻ ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നതിൽ അനുകൂലിക്കുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്ത് കൈ ഉയർത്തിയോടെ ആൻറ്റിക്ക് തോൽവി സംബന്ധിച്ച് അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറേണ്ടി വരുന്നു. പക്ഷേ തോൽവി സംബന്ധിച്ച് കയ്യും കെട്ടി മാറിയിരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അന്ന് തന്നെ സിയാന് പണിയെടുക്കാൻ വേണ്ടി അവർ ഒരാളെ ഏർപ്പാടാക്കുന്നു. ക്യൂബിൻ്റെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരുന്നു പ്രശ്നമുണ്ടാക്കിയത്. പ്രൊഡക്ഷൻസിന് വേണ്ടി സിയാൻ്റെ കമ്പനി നൽകിയ പ്രൊഡക്റ്റിനൊന്നും ക്വാളിറ്റി ഇല്ല, നഷ്ടപരിഹാരം നൽകണമെന്ന് പറഞ്ഞായിരുന്നു അയാൾ പ്രശ്നമുണ്ടാക്കിയത്. അതിൻ്റെ റിപ്പോർട്ടും അയാൾ കൊണ്ടുവന്നിരുന്നു. ജിയാനോട് സംസാരിക്കുന്നതിനിടയിൽ ജോലിയിൽ അവളുടെ ആദ്യ ദിവസം തന്നെ ഇങ്ങനെ പ്രശ്നം നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് അയാൾ പറയുന്നു. ഞാനിന്നിവിടെ ആദ്യമായിട്ടാണ് ജോലിക്ക് വന്നതെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ആരാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. ആരോ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അയാളെ അയച്ചതാണ് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുറച്ച് സമയം ആവശ്യപ്പെട്ടിട്ട് അവൾ അകത്തേക്ക് പോകുന്നു. സിഹാൻ്റെ ആൻറ്റിയാണ് അയാൾക്ക് പിന്നിൽ. പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്നറിയാതെ സിഹാനെ വിളിക്കാൻ അയാൾ ഫോൺ എടുത്തപ്പോഴാണ് ക്യൂബ് അവിടേക്ക് വന്ന് അവളെ സഹായിക്കാമെന്ന് പറയുന്നത്. അവൻ്റെ കമ്പനിയിലെ ഒരാൾ തന്നെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് അവൻ എങ്ങനെ സഹായിക്കാനാണെന്ന് ചിയെ ചോദിച്ചെങ്കിലും സിയാൻ അവനെ വിശ്വസിക്കാൻ തയ്യാറാക്കുന്നു. പക്ഷേ സഹായം ചെയ്തു കഴിഞ്ഞാൽ അവൾ അതിന് പ്രത്യുപകാരം ചെയ്യേണ്ടി വരുമെന്ന് അവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നാണം കടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അടുത്ത ദിവസം ആൻറ്റി കമ്പനിയിലെത്തിയത്. പക്ഷേ റിപ്പോർട്ടർമാരുടെ മുന്നിൽ വെച്ച് ആരോപണം ഉന്നയിച്ച ആൾ തന്നെ അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ആൻറ്റി തന്നെയാണ് എന്ന് തുറന്നു പറയുന്നു. സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അയാളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ക്യൂബ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ആൻറ്റി അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ റിപ്പോർട്ടർമാരെല്ലാം അവരുടെ നേർക്ക് തിരിയുന്നു. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാതെ അയാളെ പിടിച്ച് പുറത്താക്കാൻ അവർ സെക്യൂരിറ്റി പറയുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് മുത്തശ്ശൻ അറിഞ്ഞപ്പോൾ അവർ ശരിക്കും വഴക്ക് പറയുന്നു. മാത്രമല്ല അവരെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുന്നു. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ടാണ് സിയാൻ അവിടെ നിന്ന് പോയത്. അവർക്ക് അവളോടുള്ള പക ഒന്നുകൂടി കൂടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ കടന്നുകൂടുന്നു. സഹായിച്ചതിന് സിയാൻ ക്യൂബിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട്. അതിന് പകരമായി മുമ്പ് അമ്മ പറഞ്ഞതുപോലെ അന്ന് രാത്രി അവനൊപ്പം ഭക്ഷണം കഴിക്കാൻ ചെല്ലണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. സിയാൻ്റെ ഫിയാൻസിയെ ഞാൻ നിനക്കൊപ്പം കറങ്ങി കിടക്കുന്ന ആരെങ്കിലും കണ്ടാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും വന്നില്ലെങ്കിൽ സിഹാനുമായുള്ള ഇടപാടിനെ കുറിച്ച് ഞാൻ അമ്മയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ സമ്മതിക്കുന്നു. അവർ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചിയയ്ക്കൊപ്പം സിഹാൻ ഒരു യുദ്ധത്തിനൊന്നോളം തയ്യാറെടുത്ത് അവിടെ എത്തുന്നു. നീ എപ്പോഴാണ് മടങ്ങിയെത്തിയെന്ന് സിഹാൻ സന്തോഷത്തോടെ അവന് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.